അങ്ങനെ റാഹിയോട് പറഞ്ഞിട്ടും മിഷേലിനോട് പറഞ്ഞിട്ടും സിനിമയുടെ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കും ഇല്ലാത്തതിനാൽ മോനെ നേരെ തന്നെ മാത്യുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മാത്യുവിനെ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ ചെന്ന് മാത്യുവിനെ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് ആ സിനിമയുടെ റിലീസ് നിർത്തിവെക്കണമെന്ന് ഹൻമോനി ആവശ്യപ്പെടുകയാണ്. ഇതിന് മാത്യു ചിരിച്ചുകൊണ്ട് തന്നെ ഒരു കളിയാക്കലിൻ്റെ സ്വരത്തിൽ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന് ഹൻമോനി പറയാണ്, ഞാൻ മിഷേലിനെ കണ്ടിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ തന്നെയാണ് കെ എന്നുള്ള കാര്യവും ജിയയുടെ മരണത്തിന് കാരണക്കാരൻ നീ തന്നെയാണെന്നുള്ള കാര്യവും അവൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടിട്ട് മാത്യു പറയാണ്, റാഹി നിൻ്റെ കാര്യത്തിൽ സത്യം തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്തെന്നാലും മിഷേൽ അറിഞ്ഞെന്ന് വെച്ച് എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം മിസ്റ്റർ ലീ ആയിട്ട് ഞാനിപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഇമേജാണ് ലോകത്തിന് മുൻപിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൾ അറിഞ്ഞെന്ന് വെച്ച് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ കേട്ടിട്ടും ഹൻമോനി മാത്യുവിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നീ എന്താണ് വിചാരിച്ചത്? മിഷേലൊക്കെ എന്തോ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെറും ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി 24 മണിക്കൂർ നിങ്ങളുടെ പുറകെ നടക്കാനാണ് അവൾക്ക് സമയം. നീ സിംപ്റ്റംസോ കാണുന്ന പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്ലൂ തപ്പി നടക്കുമായിരിക്കും അവൾ. അവരൊന്നും കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് പാടില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു പടം നിർത്തിവെക്കുക, അതാണ് നിനക്ക് നല്ലത്. അതിനുശേഷം മാത്യു പറയാണ്, എങ്കിൽ പിന്നെ എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. നിന്നെ അങ്ങ് കൊന്നേക്കാം, ആ മിഷേലിനെ അങ്ങ് കൊന്നേക്കാം. മിഷേലിനെ എന്നെ ചതിച്ച് കൂടി നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിച്ചതിനും നിന്നെ എന്നെ പറ്റിയുള്ള സത്യങ്ങൾ മിഷേലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതിനും എങ്ങനെയുണ്ട്? അങ്ങനെ ഇത്രയും പറഞ്ഞതിന് ശേഷം മാത്യു അവിടെ നിന്നിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് മോനി വേറൊരു കാര്യം പറയുന്നത്. നിനക്ക് വേണ്ടി സേവിൻ്റെ CEO ആയിട്ടുള്ള ഫങ്ഷൻ സോങ് ആയിട്ടുള്ള മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ഇതിന് മാത്യു ചോദിക്കുകയാണ്, റാഹിക്ക് കഴിയാത്ത കാര്യം നിനക്കങ്ങനെ കഴിയാനാ? ഇത്രയും നാളായിട്ട് ശ്രമിച്ചിട്ടും റാഹിക്കൊരു മീറ്റിംഗ് പോലും അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. മൊന്നെ അത് പ്രൂവ് ചെയ്യാനായിട്ട് സ്പോട്ടിൽ തന്നെ ഹോങ്ചനെ വിളിക്കുകയാണ്. മൊന്നയുമായിട്ടുള്ള മീറ്റിംഗ് ഹോങ്ചൻ സമ്മതിച്ചതായിട്ടുള്ള ഒരു കോൺവെർസേഷൻ മാത്യു കേൾക്കുകയാണ്. അങ്ങനെ മൊന്നെ പറഞ്ഞ ഒരു സത്യമാണെന്നും അവൾക്ക് ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു എന്നൊരു കാര്യം മനസ്സിലാക്കിയ മാത്യു, മിഷേലിനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, സിനിമയുടെ കാര്യം നീ എനിക്ക് വിട്ടേക്ക് എന്ന് മോനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മോനെ പറഞ്ഞതനുസരിച്ച് ജിയയുടെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് മിഷേലിൻ്റെ വീട്ടിലേക്ക് വന്ന മോനയുടെ ഫ്രണ്ടിനെയാണ്. അങ്ങനെ ജിയയുടെ ഡീറ്റെയിൽസ് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ മിഷേൽ വരുന്നത്. മിഷേലിനെ കണ്ടുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടുന്നുണ്ടെങ്കിലും മിഷേൽ പുറകെ ഓടിയിട്ടും പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവിടേക്ക് 2 ആൾക്കാർ വന്നിട്ട് മിഷേലിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാം, ആ 2 ആൾക്കാരെന്ന് പറയുന്നത് ഡോക്ടർ ചായും നാമും ആയിരുന്നു. അവർ റാഹി പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ചാ ഇതെന്തിനാണ് ഇങ്ങനെ നീ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് റാഹി പറയാണ്, മോനയുടെ അടുത്ത് നിന്ന് മിഷേലിനെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. തൽക്കാലം മിഷേലിനെ സേഫായിട്ട് വെക്കുക. നാളെ മൂവിയുടെ പ്രീമിയറിൻ്റെ സമയത്ത് മിഷേലിനെ സേഫായിട്ട് അവിടേക്ക് എത്തിക്കുക. ഇതാണ് നിങ്ങളുടെ ജോലി. അങ്ങനെ ഡോക്ടർ ചായൻ നാമും പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ബൈക്കുകാരൻ അവിടെ വന്നിട്ട് ആ ഒരു കാറിന് ചെറിയ രീതിയിൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത്. ആ ഒരു ബൈക്കിൽ വന്നിരുന്നത് വേറെ ആരുമല്ല, ദോഹ്യുക്കായിരുന്നു. നാം പുറത്തേക്ക് ഇറങ്ങിയ ഒരു ബൈക്കുകാരനെ ചീത്ത വിളിക്കുന്ന ആ ഒരു സമയത്ത് അവർ ഡിസ്ട്രാക്റ്റ് ആയിരുന്ന ആ ഒരു സമയത്ത് കങ്ങ് വന്നിട്ട് മിഷേലിനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദോഹ്യുക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, മിഷേലിനെ കങ്ങ് കൊണ്ടുപോയിട്ടുമുണ്ടായിരുന്നു. ഇതിനിപ്പോൾ റാഹിയെ വിളിച്ച് പറയണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഡോക്ടർ ചാ പറയാണ്, എന്തായാലും നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടും, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവളെ അവോയ്ഡ് ചെയ്യാം, അതായിരിക്കും നല്ലത്. പക്ഷേ ഇവർക്ക് ആർക്കും അറിയാത്ത വേറൊരു സത്യം ഉണ്ടായിരുന്നു. റാഹി ഇതെല്ലാം പ്ലാൻ ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു. ഈ ഒരു കിഡ്നാപ്പിങ്ങും ആ ഒരു കിഡ്നാപ്പിങ്ങിലൂടെ ദോഹ്യുക്ക് വന്നിട്ട് മിഷേലിനെ രക്ഷിക്കുമെന്നും സേഫാക്കി വെക്കുമെന്നും റാഹിക്ക് അറിയാമായിരുന്നു. അത് റാഹിയുടെ കൂടി ആവശ്യമായിരുന്നു. കാരണം മിഷേലിൻ്റെ കൂടെ സഹായമില്ലാതെ ദോഹ്യുക്കിന് ഈ ലോകത്ത് അവൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ പുറത്തേക്ക് വരാൻ സാധിക്കില്ലെന്ന് റാഹിക്ക് അറിയാമായിരുന്നു. അങ്ങനെ കങ്ങും ദോഹ്യുക്കും കൂടി മിഷേലിനെ അവർ രഹസ്യമായിട്ട് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ബോധം വന്ന മിഷേലിൻ്റെ അടുത്ത് ദോഹ്യുക്ക് പറയാണ്, നിന്നെ അവർ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ജീവനേക്കാളും ആപത്ത് നിനക്കുണ്ട്, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒന്ന് ഒളിച്ച് താമസിക്കുന്നതാണ് നല്ലത്. പക്ഷേ അതിനെ സമ്മതിക്കാത്ത മിഷേൽ ഡോക്യുമെൻ്ററിയുടെ ആ ഒരു ഫൈനൽ വേർഷൻ പെൻഡ്രൈവിലാക്കിയതിന് ശേഷം ആ പെൻഡ്രൈവ് ദോഹ്യുക്കിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് മൂവി പ്രീമിയർ ചെയ്തതിന് ശേഷം ഈ ഒരു ഡോക്യുമെൻ്ററിയും പ്ലേ ചെയ്യണമെന്ന് പറയുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു മൂവിയുടെ പ്രീമിയർ. കങ്ങ് ദോഹ്യുക്കിൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടന്നു കഴിഞ്ഞാൽ നിനക്ക് നീയായിട്ട് തന്നെ ഈ ലോകത്തിന് മുമ്പിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. പിന്നീട് അടുത്ത ദിവസം രാവിലെ മാത്യുവിനെയാണ് കാണിക്കുന്നത്. മാത്യുവിനെ ഹൻമോനെ വിളിച്ചതിന് ശേഷം മിഷേലിൻ്റെ യാതൊരു വിവരവും ഇല്ല, അവൾ എവിടെ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയാണ്. നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ അവളുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറയാണ് മാത്യു. അപ്പോഴാണ് അവിടേക്ക് മിസ് ഗോ വരുന്നത്. മാത്യു വിളിച്ചതുകൊണ്ട് തന്നെയായിരുന്നു മിസ് ഗോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് മൂവി പ്രീമിയർ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനാണ് കാണിക്കുന്നത്. അവിടെ മാത്യു ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു, ഹൻമോനിയും ഉണ്ടായിരുന്നു.
മനസ്സിൽ നല്ല പേടിയുണ്ടെങ്കിലും മാത്യുവിൽ ഉള്ളൊരു വിശ്വാസം കൊണ്ട് ഹൻമുനി അവിടെ എത്തിയിരുന്നത്. മാത്യു എന്തെങ്കിലും ചെയ്ത് ആ ഒരു മൂവി പ്രീമിയർ ചെയ്യുന്നതിൽ നിന്ന് നിർത്തുമെന്നായിരുന്നു ഹൻമുനി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാം കൂടാതെ കങ്ങും ദോഹിക്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദോഹിക്ക് ഒരു മാസ്ക് എടുത്തതിന് ശേഷം തൻ്റെ മുഖത്തേക്ക് വെക്കുകയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സിംജുനെ പോലെ തന്നെ ഉണ്ടായിരുന്നു ദോഹിക്കിൻ്റെ ഫേസ് കാണാനായിട്ട്. അങ്ങനെ മാത്യു അവിടേക്ക് എത്താണ്. തൻ്റെ ആൾക്കാരുടെ അടുത്ത് മിഷേൽ ഈ ഒരു വെന്യൂവിൻ്റെ അകത്ത് പോലും കയറാനായിട്ട് പാടില്ല, ഇവിടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. പക്ഷേ മിഷേൽ ഓൾറെഡി ആ ഒരു ബിൽഡിങ്ങിന് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. മിഷേൽ മാത്യുവിനെ വിളിച്ചതിന് ശേഷം ആരോടും ഒന്നും പറയാതെ 4th ഫ്ലോറിലേക്ക് വരിക, അല്ലെന്നുണ്ടെങ്കിൽ നീയാണ് കെ എന്നുള്ള കാര്യം എല്ലാവരും അറിയും, അത് ഞാൻ പ്രൂവ് ചെയ്യും എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം രാഹിയുടെ ഒരു സ്പീച്ചാണ് കാണിക്കുന്നത്. ഡിയർ ഡി എന്ന മൂവിയുടെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ രാഹി അവിടെ കൊടുക്കുമായിരുന്നു. ഈ ഒരു സിനിമ എൻ്റെ മകൾ ബങ് ഡാമിയെ ബേസ് ചെയ്തിട്ട് എടുത്തൊരു സിനിമയാണ്. റിയലായിട്ട് നടന്ന ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ട് എടുത്തൊരു മൂവിയാണിത്. സോങ്ചൻ ഗ്രൂപ്പിലെ സിംജുൻ സോക്ക് കൊലപ്പെടുത്തിയ എൻ്റെ മകളുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്തൊരു സിനിമയാണിത്. അങ്ങനെ രാഹി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ജിൻമോ പെട്ടെന്ന് മുകളിൽ ദോഹിക്ക് നിൽക്കുന്നത് കാണുന്നത്. പക്ഷേ ദോഹിക്കിനെ ഇപ്പോൾ കണ്ടാൽ സിംജുനായിട്ടല്ലേ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിംജുൻ അവിടെ നിൽക്കുന്നതായിട്ട് ജിൻമോയ്ക്ക് തോന്നുകയാണ്. ആദ്യം തന്നെ തോന്നലാണെന്ന് കരുതി വിട്ട് കളഞ്ഞെങ്കിലും ഡോക്ടർ ചായും സിംജുനെ അവിടെ കാണുകയാണ്. പക്ഷേ ഇതെങ്ങനെ സാധിക്കും, മാത്യു അല്ലേ സിംജുൻ സോക്ക്? അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ അവർ അവനെ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അവർ ചെല്ലുമ്പോഴേക്കും ദോഹിക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മിഷേലിനെ കാണാനായിട്ട് മുകളിലേക്ക് ചെന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. മിഷേൽ മാത്യുവിൻ്റെ അടുത്ത് ഒച്ച വെച്ചിട്ട് തന്നെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അനിയത്തി നീ എങ്ങനെയാണ് കൊന്നത് അതുപോലെ തന്നെ എന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് കൊല്ലണമെന്ന് പറയുകയാണ്. മാത്യുവിന് നന്നായി അറിയാമായിരുന്നു മിഷേൽ തന്നെ പ്രൊവോക്ക് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളത്. നീ എന്താ എന്നെ വിഡ്ഢിയായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് മാത്യു അവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ രാഹിയുടെ സ്പീച്ചിനിടയ്ക്ക് രാഹി മാത്യുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ മാത്യുവിന് പകരമായിട്ട് മിസ് ഗോ ആണ് സ്റ്റേജിലേക്ക് കയറുന്നത്. എന്നിട്ട് പറയുകയാണ്, മാത്യു ഇപ്പോൾ ചെറിയൊരു ഷോക്കിലാണ്, അങ്ങനെ ദാമിയുടെ ടീച്ചറായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മിസ് ഗോ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ മിസ് ഗോയെ മാത്യു കാണാനായിട്ട് വിളിപ്പിച്ചിരുന്ന സമയത്തെ കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. മിസ് ഗോ ഒട്ടും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം തന്നെ മാത്യു അവിടെ മിസ് ഗോയുടെ അടുത്ത് ചെയ്യാനായിട്ട് പറയുകയാണ്. അതെന്താണെന്ന് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന മിസ് ഗോയുടെ അടുത്ത് മാത്യു പറയാണ്, നീ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജിൻമോയെ നീ ഡിവോഴ്സ് ചെയ്യുകയും ഞാൻ തന്ന പൈസ അതേപടി തിരിച്ചു തരികയും ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ തന്നെ മിസ് ഗോ ആ ഒരു കാര്യത്തിന് സമ്മതിക്കുകയാണ്. മിസ് ഗോ സ്റ്റേജിൽ വെച്ച് പറയാണ്, ഞാനും മാത്യുവും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇന്ന് അറിയാനിടയായി. സിംജുൻ സോക്കിൻ്റെ കുട്ടിയെ ഡെലിവർ ചെയ്തതും ദാമിയെ കുടുക്കിയതും മറ്റാരുമല്ല ജിയയാണ്. ദാമിയെ ജിയ ബുള്ളി ചെയ്തിരുന്നു. അത് മാത്രമല്ല ഡയറക്ടർ മിഷേലിൻ്റെ അനിയത്തി കൂടിയാണ് ഈ ജിയ. മിഷേൽ ചെറുപ്പത്തിൽ സ്വന്തം അച്ഛനെ തന്നെ കൊന്നിട്ട് ആ ഒരു കുറ്റം അനിയത്തിയായി ജിയയുടെ തലയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ജിയയ്ക്ക് ആ സമയത്ത് വെറും 13 വയസ്സായിരുന്നു പ്രായം. മിഷേൽ കാരണമാണ് ജിയ ഒരു ബുള്ളിയായിട്ട് മാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മിഷേലിനെ വളരെ മോശമായിട്ട് തന്നെ ആ ഒരു സ്റ്റേജിൽ മിസ് ഗോ പറയുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും മിഷേൽ മുകളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവിടേക്ക് നിന്ന് മാത്യുവിൻ്റെ അടുത്ത് മിഷേൽ പറയാണ്, എന്താണെങ്കിലും എനിക്ക് സിനിമ റിലീസ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നീ തന്നെയാണ് സിംജുനെന്ന് തെളിയിക്കാനായിട്ടുള്ള പ്രൂഫുള്ള തപ്പി നടക്കുകയായിരുന്നു ഞാൻ. ഇത് കേട്ട മാത്യു ദേഷ്യം വന്നിട്ട് മിഷേലിൻ്റെ കരുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് മിഷേൽ മാത്യുവിനെ ചെറുതായിട്ടൊന്ന് മാന്തിയതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ മിസ് ഗോ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പറയാണ്, മാത്യു ഈ ഒരു സിനിമ ക്യാൻസൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇത് കേട്ട് ഞെട്ടിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മിഷേലിൻ്റെ സൗണ്ട് മുകളിൽ നിന്ന് കേൾക്കുന്നത്. എന്നെ രക്ഷിക്കൂ, ഇവിടെ സിംജുൻ എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാണ് മിഷേൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ് ഒച്ച വെച്ച് നിലവിളിച്ചതിന് ശേഷം മിഷേൽ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുകയാണ്. എല്ലാവരും മേലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ മാത്യുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാവുകയാണ്, മാത്യു മിഷേലിനെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ മാത്യുവും അവിടെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ മിഷേൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡോക്യുമെൻ്ററി പുറത്ത് പ്ലേ ആവുന്നത്. ആ ഒരു ഡോക്യുമെൻ്ററിയിൽ ഓർഫനേജിലേക്ക് ചെന്നിരുന്ന സമയത്ത് മാത്യു കുട്ടികളുടെ അടുത്ത് എത്ര മോശമായിട്ടാണ് പെരുമാറിയത് എന്നാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. ആക്ച്വലി നല്ല രീതിയിലുള്ള ഷൂട്ടുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്യു ആ കുട്ടികളുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മാത്യു അറിയാതെ മിഷേൽ ഈ ഒരു റെക്കോർഡിങ്സൊക്കെ സീക്രട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ഷോക്ക് കിട്ടിയത് പോരാതെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിംജുൻ സോക്ക് അഥവാ ദോഹുക്കിനെ മാത്യു അതിനുശേഷം കാണുകയാണ്. പെട്ടെന്നാണ് അവിടെ ഫയർ അലാമും കുറേ പുകയും വരുന്നതായിട്ട് ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ പുകയൊക്കെ പോയതിനു ശേഷം അവർ നോക്കുന്ന സമയത്ത് മിഷേൽ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫയർ അലാമും പുകയും ഒക്കെ മിഷേലിനെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് കങ്ങും ദോഹിക്കും കൂടെ ചെയ്ത കാര്യങ്ങളായിരുന്നു. അങ്ങനെ അവർ മിഷേലിനെ അവിടെ നിന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം കണ്ടുകൊണ്ട് രാഹി അവിടെ നിൽപ്പുണ്ട്.
അതിനുശേഷം റാഹി സെക്യൂരിറ്റി റൂമിലേക്ക് ചെന്നതിന് ശേഷം CCTV കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആംബുലൻസിൽ കങ്ങ മിഷേലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഇത് നമ്മളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഡോക്യുമെൻ്ററി പ്ലേ ആവുന്ന ഒരു സമയം വരെ മാത്യുവിനെ ജസ്റ്റ് ബിസി ആയിട്ട് വെക്കണമെന്ന് മാത്രമല്ലായിരുന്നു നമ്മളുടെ പ്ലാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഇതിൽ കുറ്റബോധമൊന്നുമില്ല എന്നായിരുന്നു മിഷേലിൻ്റെ മറുപടി. അതിനുശേഷം വെന്യൂലേക്ക് പോലീസ് വന്നിട്ട് മാത്യുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവരെല്ലാവരും വിചാരിച്ചിരുന്നത് മിഷേലിനെ കൊന്നത് മാത്യു ആണ് എന്നായിരുന്നു. അതിന് മറുപടിയായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ലോയറിനെ കാണണമെന്ന് മാത്യു പറയാണ്. അതിനോടകം റിപ്പോർട്ടേഴ്സൊക്കെ അവിടെ എത്തിയിട്ട് മാത്യുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, മിഷേൽ എന്തിനാണ് നിങ്ങളെ ഷിംജുൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ ശരിക്കും മിസ്റ്റർ ലീ ആണോ അല്ലയോ? ഇതിന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ റാഹി എത്തിയിട്ട് സിംജുൻ ആണ് യഥാർത്ഥ കുറ്റവാളി, അല്ലാതെ മാത്യു അല്ല എന്ന് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഒരു CCTV ഫുട്ടേജ് റാഹി അവിടെ എല്ലാവരെയും കാണിക്കുകയാണ്. അതിൽ സിംജുൻ മിഷേലിനെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. സിംജുൻ ഈ ഒരു മൂവി റിലീസ് ആവാനായിട്ട് ഒട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെയായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് റാഹി പറയുകയാണ്. മിഷേലിനെ കൊന്നിട്ട് സിംജുൻ തന്നെ ആയിരിക്കണം മിഷേലിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ബാക്കിയുള്ളവരും പറയാണ് അവരും സിംജുനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ മാത്യു എല്ലാവരുടെ അടുത്തും പറയാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യാത്ത സിംജുൻ തന്നെയാണ് അത് മാത്രമല്ല ഇവിടെ പ്ലേ ചെയ്ത ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയും ഡീപ്പ് ഫേക്ക് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിനുശേഷം റാഹിയും മാത്യുവും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ദോഹുക്കിൻ്റെ അടുത്ത് മാപ്പ് പറയാണ്, സിംജുൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല എന്നും ദോഹുക്ക് ഇന്നസെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ദോഹുക്കിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാനും ആ ഒരു ഫ്രീഡം ലഭിക്കാനായിട്ടും റാഹി ഇത് മനഃപൂർവ്വം ചെയ്തതായിരുന്നു. പക്ഷേ മാത്യുവിന് ഇത് ചെയ്യേണ്ടി വരികയാണ്. റാഹി ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ന്യൂസിലൊക്കെ ദോഹുക്ക് ഇന്നസെൻ്റ് ആണെന്നും യഥാർത്ഥ സിംജുൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ലെന്നും ഒക്കെയാണ് കാണിക്കുന്നത്. തിരിച്ചു വരുന്ന വഴി മാത്യു ആലോചിക്കുകയാണ്, എന്നാലും ആ ഒരാൾ ആരായിരിക്കും, എന്നെ കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അതേ ആളെ തന്നെ വഴിയിൽ മാത്യു കാണുന്നത്. നീ ആരാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മാത്യു അയാളുടെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ മാത്യുവിൻ്റെ മുമ്പിൽ ആ ഒരു മാസ്ക് കഴിച്ചതിന് ശേഷം ദോഹുക്ക് താൻ ആരാണെന്ന് തന്നെ റിവീൽ ചെയ്യുകയാണ്. ഈ ഒരു സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.